റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം. ഞാൻ രജനി പ്രദീപ്. ഞാൻ കണ്ണൂർ രാമന്തളിയിലാണ്. എൻ്റെ ഫാം ഇൻസ്പെക്ഷന് വേണ്ടി ഇന്ന് മിഗ്ദാദ് സാറ്, ജാൻസി മാഡം, നൗഫൽക്ക, സുരേഷ് ഭായ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസംബർ 17 അന്ന് കൊണ്ടുവന്നത് 2 യൂണിറ്റ് മുയലിന്. ഇപ്പോൾ അത് 81 കുട്ടികളുണ്ട്. പിന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്നാണ് നടത്തുന്നത്. പിന്നെന്താ, ഫാം ഇൻസ്പെക്ഷന് ഇവർ കണ്ണൂർ വരെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അവർ അവിടെ അടുത്തൊക്കെ വരൂ, ഇത്രയും ദൂരമൊന്നും വരില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇവർ ഇത്രയും ദൂരം വന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും തരുന്നു. പിന്നെ അത് മാത്രമല്ല, ആഷിയാനയിൽ നിന്ന് റാബിറ്റിനെ എടുത്ത് ഇത് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഹെൽപ്പാണ് മിഗ്ദാദ് സാറിൻ്റെ, ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ. അതായത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പെട്ടെന്ന് അത് ഇത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ആൻസർ തരുന്നു ഇവർ. പിന്നെ എല്ലാ ഞങ്ങൾ 28 വർഷം ഗൾഫിലുണ്ടായിട്ട് അവിടുന്ന് പ്രവാസ ജീവിതം മതിയാക്കിയിട്ട് വന്നതാണ്. ഞാൻ 2 വർഷം മുന്നേ മിഗ്ദാദ് സാറിൻ്റെ അടുത്ത് പോയി ഇതൊക്കെ കണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നതാണ്. അന്ന് ഞാൻ ഇത് തുടങ്ങിയില്ലായിരുന്നു. വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം കൊടുത്ത്. അപ്പോൾ മിഗ്ദാദ് സാറിന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുല്ലെരിഞ്ഞും ഇതിനെ നോക്കുമെന്ന്. അപ്പോൾ ഞാൻ മുയലിനെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോഴും സാറ് പറഞ്ഞു ഇവർ നോക്കത്തൊന്നുമില്ല, അതിനെ കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് അവർ കറി വെക്കുമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു അത് അച്ചീവ് ചെയ്യണമെന്ന്. ഞാൻ ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞ്, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും മിക്കവാറും ഞങ്ങൾ ഫാമിൽ തന്നെ ആയിരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല, വീടിനകത്തിരുന്നാലും ഞങ്ങൾ മുഖത്തോട് നോക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ എല്ലാ സ്ത്രീകൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും. അതും ആശാനയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് കിട്ടും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞു ആദ്യം നിങ്ങൾ പുൽകൃഷി ചെയ്യണമെന്ന്. ആദ്യം പുല്ല് നട്, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് മുയലിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കൃഷി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് 2 സെൻറ്റിലുണ്ടാവും ഇത് കൃഷി എന്നാണ് തോന്നുന്നത്. ഇവിടെയുണ്ട്, അപ്പുറത്തെ ഭാഗത്തുമുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്, പുല്ല് നന്നായിട്ട് വളരുന്നുണ്ട്. എല്ലാ ദിവസവും വെള്ളമടിക്കുന്നുണ്ട്, അതുകൊണ്ട് പുല്ല് വളരുന്നുണ്ട്. നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മൺപാത്രത്തിലത് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അത് മിഗ്ദാദ് സാറ് പറഞ്ഞതായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പല്ല് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാറുണ്ട്. പിന്നെ EM സൊല്യൂഷൻ അടിക്കാറുണ്ട്. അത് വളരെ നല്ല ഒരു ഇതാണ്. എന്താ വെച്ചാൽ ഒരു സ്മെല്ലോ ഒന്നുമില്ല. നമ്മൾ വീടോട് ചേർന്നായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതിപ്പം ക്ലീൻ ചെയ്യുന്ന ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. പുല്ലൊക്കെ തൂത്തുവാരി കളയും. അപ്പോൾ ഇവർ വന്നപ്പോഴാണ് പറഞ്ഞത് അതൊന്നും കളയണ്ട, EM സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വാരി കളയേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫാമിൽ നമ്മൾ കൊതുകിനും പിന്നെ തിരിയൊക്കെ കത്തിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞപ്പോഴാണ് ഹിറ്റ് അടിക്കരുത്, തിരി കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയും ആയിട്ടും പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ കെയർഫുള്ളായിട്ടാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്കൊന്നും ഹാനികരമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഇനിയിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെന്തെന്നാ, കുട്ടികളെ കൊതുകൊന്നും കടിക്കില്ല, പക്ഷെ ഞങ്ങളെയാണ് കൊതുക് കടിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗിച്ചതാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ. ഇനി അതില്ലാതെ നോക്കാം. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കണ്ണൂരിലുള്ള രജനി പ്രദീപിൻ്റെ ഫാമിലാണ്. ഇത് രജനി, ഇത് പ്രദീപ്. ഇവിടെ ഇവർ 4 മാസമായി ഇപ്പോൾ ആശയിൽ നിന്ന് മുയൽ കൊണ്ടുവന്നിട്ട് 2 യൂണിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇവർ ഫാം നടത്തി കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനുള്ള ഒരു നെഗറ്റീവ് പോയിന്റുകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ 2 യൂണിറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്.
മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് ഈ മുയലുകളോട് കൂടുതൽ അവരുടെ അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഇവർ ഈ ഒരു കൃഷിയെയും ഈ മുയലുകളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ഓരോ പേര് ഓമന പേരുകളെ ഇട്ട് ഇവർ വിളിച്ച് വളർത്തുന്നത്. പിന്നെ ഇവർ ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ EM സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ EM നിന്ന് എന്തെങ്കിലും വിഷാംശം ഉണ്ടാവും എന്ന് പറയുന്നത് അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ, കാരണം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ലോകത്ത് മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇതാണ് EM. അപ്പോൾ EM ഉപയോഗിച്ചാൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കിതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റാണുള്ളത്. അതുപോലെ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിക്കണ്ടായി, മൺപാത്രത്തിൽ വെള്ളം കൊടുത്ത മുയൽ ചാവോ എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം യൂട്യൂബിലുള്ള ഒരു വീഡിയോ കണ്ടിട്ടൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടായതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, മൺപാത്രത്തിൽ നമുക്ക് ധൈര്യമായിട്ട് വെള്ളം കൊടുക്കാം. കാരണം ഈ മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കിണറിലേക്ക് എത്തുന്ന വെള്ളം, നമ്മളെ ഏറ്റവും ശുദ്ധിയാണ് അല്ലെങ്കിൽ ഏറ്റവും കുടിക്കാൻ ഉത്തമമായ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കിണറുകളിലെ വെള്ളമാണ്. ആ കിണറിലേക്ക് വെള്ളം എത്തുന്നത് മണ്ണിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ്. അത് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ പറയേണ്ട കാര്യമില്ല, കാരണം കുറച്ച് ചിന്തിക്കാൻ കഴിയുന്നവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ മൺപാത്രത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ വെള്ളം സൂക്ഷിച്ച് വെക്കാറുണ്ട്. അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു തണുപ്പ് ആ വെള്ളത്തിന് ഉണ്ടാവാറുണ്ട്. അതുപോലെ അതിൻ്റെ നല്ലൊരു ടേസ്റ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും വീണ്ടും നമ്മളിത് ഒരു നെഗറ്റീവായ രീതിയിൽ നമ്മളിത് ഒരിക്കലും ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ മൺപാത്രം ഇവരെ പല്ലിൻ്റെ വളർച്ച അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൺപാത്രം ഇവർ ഇതുപോലെ കടിച്ച് ഇതിൽ പല്ല് രാഗിയിട്ട് ശരിയാക്കുന്നത്. അല്ലാതെ ഇവർ ഒരിക്കലും മൺപാത്രം ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ ഇവരിങ്ങനെ കഷ്ണമായിട്ട് കഴിക്കാറൊന്നുമില്ല. പിന്നെ ഈ മണ്ണിൻ്റെ ചെറിയ അംശങ്ങൾ വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ മുയലിന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞത് അത് വളരെയധികം ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ തന്നെ ഒരുപാട് മണ്ണ് വാരി കളിച്ച് മണ്ണ് വായിലിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊക്കെ മരണപ്പെടുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സത്യം, നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ കൂടുതൽ കണ്ടന്റും മണ്ണിൻ്റെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശരീരം മണ്ണിനോട് ലയിക്കാനുള്ള കാരണം. ഇതൊക്കെ ഇതിൻ്റെ ശാസ്ത്രീയപരമായ വശങ്ങളാണ്. അപ്പോൾ ഈ ശാസ്ത്രീയപരമായിട്ട് ഇത് അറിയാത്തവരാണ് ഈ മണ്ണ് പോഷണം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും ആരും ചെന്ന് ചാടാതിരിക്കുക. പിന്നെ മുയലിൻ്റെ കാര്യം നമുക്കറിയാം. മുയൽ നാച്ചുറലായിട്ട് വളരുന്നൊരു ജീവിയാണ്. അതിന് മണ്ണിൽ മാളുണ്ടാക്കിയിട്ടാണ് ഈ മുയലുകൾ ജീവിക്കുന്നത്. അപ്പോൾ മണ്ണിനോട് അത്രയും അടുത്ത് കഴിയുന്ന ജീവിയാണ് നമ്മുടെ മുയലുകൾ. പിന്നെ അവർ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അരുവികളിൽ നിന്ന് ആണ് ഇവർ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതും ഈ മണ്ണും ചെളിയും ഒക്കെ ഉള്ള ഒരു പ്രതലം തന്നെയാണ് അരുവിൻ്റെ കരയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും മണ്ണിൻ്റെ ചെറിയ അംശം ഈ മുയലിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഒരു മരണം സംഭവിക്കുന്ന കാര്യം വരുന്നില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെറ്റായൊരു സന്ദേശമാണ്. അപ്പോൾ അതാരും ഉൾക്കൊള്ളാതിരിക്കുക. പിന്നെ നിപ്പിളിൽ വെള്ളം കൊടുത്താലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുന്നേ ഒരു 2 മാസം മുമ്പ് നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്താണ്. അത് കറക്റ്റ് കാര്യങ്ങളാണെന്ന് അതിൽ പറഞ്ഞിരുന്നു. നിപ്പിളിൽ വെള്ളം കൊടുക്കുമ്പോൾ ഈ പൈപ്പിലൂടെയാണ് ഈ വെള്ളം വരുന്നത്. പൈപ്പിലൂടെ വെള്ളം സ്ഥിരമായിട്ട് കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒരു ചെറിയൊരു കൊഴുപ്പ് വരും. ആദ്യം ഒരു കൊഴുപ്പാണ് രൂപാന്തരപ്പെടുന്നത്. ഈ കൊഴുപ്പ് പിന്നീട് അത് പൂപ്പലായിട്ട് മാറുന്നുണ്ട്. അതായത് പച്ച കളറിലുള്ള ഒരു പായലും പൂപ്പലൊക്കെ ആയി മാറുമ്പോൾ പിന്നീട് അത് പോയ്സണായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പൈപ്പിൽ നിന്ന് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാലാണ് മുയലുകൾക്ക് പല വൈറസ് പ്രശ്നങ്ങളും വരുന്നത്. പിന്നെ നിപ്പിളിൻ്റെ കാര്യം, നിപ്പിളിൽ ഒരു സ്റ്റീലിൻ്റെ നീഡിലാണ് പുറത്തേക്ക് നിൽക്കുന്നത്. ഈ നീഡിൽ ശക്തിയോട് കൂടി കടിച്ചു പിടിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുള്ളൂ. മുയൽ വെള്ളം കുടിക്കുന്ന രീതി നമുക്കെല്ലാവർക്കും അറിയാം. അറിയാത്തവരാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മുയൽ വെള്ളം കുടിക്കുന്ന രീതി അവർ നാവ് കൊണ്ട് നക്കിയിട്ടാണ് വെള്ളം കുടിക്കുക. അതായത് പൂച്ചയും പട്ടിയും ഒക്കെ കുടിക്കുന്നത് പോലെ. അല്ലാതെ പശുവും ആട് വെള്ളം കുടിക്കുന്നത് പോലെ ഒരിക്കലും വലിച്ചിട്ടല്ല മുയൽ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകൊണ്ട് ഈ സ്റ്റീലിൻ്റെ റാഡ് കടിച്ചു പിടിച്ചിട്ട് പിന്നെ ഇവർ എങ്ങനെ ഈ നാവ് കൊണ്ട് വെള്ളം കുടിക്കും? അത് നമുക്ക് ചിന്തിച്ചറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആശയം മിഗ്ദാസ് സാർ നമ്മൾ പ്രത്യേകം പറയുന്നത്, നിങ്ങൾ മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളം കൊടുക്കുക. ഇത് ശാസ്ത്രീയപരമായ കാര്യങ്ങൾ കൊണ്ട് തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം നമ്മളോട് ഇങ്ങനെ നമുക്കൊരു അഡ്വൈസ് തരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് നമ്മൾ ശിരസാ വഹിക്കുക. എങ്കിലും നമുക്ക് നല്ല നല്ല വിജയങ്ങൾ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിയാൽ അത് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനോടും പറയാനുള്ളത്, എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാമിംഗ് സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി.
നെയിം ബോർഡ്